PCOS ഉള്ള ആളുകൾക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ PCOS ഉള്ള ആളുകൾക്കുള്ള ഡൗട്ടാണ്, PCOS ഉണ്ടാകുമ്പോൾ തന്നെ പ്രമേഹം വരുമോ, അല്ലെങ്കിൽ പിന്നീടാണോ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരിക, അല്ലെങ്കിൽ എത്ര കാലയളവിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് വരിക എന്നുള്ളത്. PCOS ഉള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് എപ്പോഴാണ് പ്രമേഹം വരിക എന്നുള്ളത് ഓരോ ആളുകൾക്കും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഭൂരിഭാഗം ആളുകൾക്കും പ്രസവ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ചെറിയ അളവിൽ ഷുഗർ കൂടിയിട്ട് കാണാറുണ്ട്. ചില ആളുകൾക്ക് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഷുഗർ കാര്യമായിട്ട് പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഷുഗർ നല്ല രീതിയിൽ കൂടിയിട്ട് കാണാറുണ്ട്. വളരെ മൈനോറിറ്റി ആയിട്ട് കുറച്ച് പേർക്ക് PCOS ഉണ്ടായിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാഞ്ഞാൽ ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ അളവിൽ കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതും കൺട്രോൾ ചെയ്യാഞ്ഞാൽ അവർക്ക് ഡയബറ്റിസ് ചെറിയ രീതിയിൽ വരുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഈ 3 സമയത്തും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡെലിവറി പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാം, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് പാർട്ടം വെയിറ്റ് കൂടിയ സമയത്ത് ഉണ്ടാവും. ചില ആളുകൾക്ക് ലോങ് ടേം ആയിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഷുഗർ ഉണ്ടാവുക. അപ്പോൾ ഓരോ ആളുകൾക്കും ഇത് വേരിയബിൾ ആണ്.